എടാ അജു, എന്തൊക്കെയുണ്ട് അവിടെ? ഇവിടെ അവിടെ എന്നാണ് വിശേഷം? ഓ, ഇവിടെ നല്ല തണുപ്പാടാ, ഒന്നും പറയണ്ട. അതേ മുടിയൊക്കെ വെട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ. അറിയാലോ, മുടിയൊക്കെ വെട്ടി ഇവിടെ വന്നൊന്ന് സ്റ്റൈലാവാന്ന് വെച്ച്. എടാ, നീ അവിടെ ഇങ്ങനെ ഇരുന്നോ? നീ വരുന്ന കാര്യം എന്തായി അത് പറ. എടേ, അതൊന്നും സെറ്റ് ആയില്ല, നിനക്ക് അറിയാന്നില്ല. ഞാൻ ആ ഡയറക്റ്റ് വർക്കേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എടാ, ഡയറക്ട് വിസ ഒന്നും നോക്കിയിട്ട് യാതൊരു കാര്യമില്ല അജു. നിനക്കൊരു കാര്യം അറിയാവോ? ഞാനിപ്പോ എന്റെ വിസ വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ആക്കി എനിക്ക് ജോലി സെറ്റ് ആയടാ. അത് പൊളിച്ച്. അപ്പൊ ഇത്ര ഒന്നും ജോലിയൊക്കെ കിട്ടും? അതല്ലേ പറഞ്ഞത്, നല്ല സാലറി ഉണ്ടടാ. ഡേ നോക്കച്ചു, നമ്മൾ ഒരുമിച്ച് പോയി ഡിഗ്രി പഠിച്ചു, പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോ അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ പോയി ജർമ്മൻ പഠിച്ചു. എന്നിട്ട് നീ ഇതുപോലെ നാട്ടിലിരിക്കാൻ വേണ്ടിട്ടാണോ നീ ജർമ്മൻ പഠിച്ചത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എടി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ജർമ്മനി സ്വപ്നം കണ്ട് തന്നെ എവിടം വരെ എത്തിയത്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ളതാണ് എന്റെ ടെൻഷൻ. എടാ, നമ്മളെ പോലുള്ള ഡിഗ്രി ഹോൾഡേഴ്സിന് വേണ്ടിട്ടല്ലേ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ ഉള്ളത്. അപ്പൊ നീ അത് യൂസ് ആക്ക്. എടി, ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ വന്നു കഴിഞ്ഞാൽ PR കാര്യങ്ങളൊക്കെ എങ്ങനെയാ? PR-ന്റെ കാര്യമോ? ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് PR-ന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതുവഴി നിനക്കിപ്പോ അമ്മയെ ഓർത്താണല്ലോ പേടി, നമുക്ക് അമ്മയെ കൊണ്ടുവരാൻ പറ്റുമല്ലേ? അതായിരുന്നു എന്റെ ആഗ്രഹം. നമ്മളെ ഫാമിലി ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ജർമ്മനിയിൽ ആക്ച്വലി ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഫാമിലിക്കും നമുക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എടി, അത് പക്ഷെ ഞാൻ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവാ ഇപ്പം. ശരിക്കും പറഞ്ഞ അജു, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും നിനക്ക് ഡീറ്റെയിൽസ് അയച്ചിട്ടേക്കാം കേട്ടോ. നീ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യണേ. എടി, നീ എന്തായാലും അവിടെ ഉണ്ടല്ലോ. ഞാൻ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ തന്നെ വരാൻ നോക്കാം. ഞാനേ ഓഫീസിലാ, ഞാൻ വൈകിട്ട് നിന്നെ വിളിക്കാം. ബൈ. ശരി, ബൈ.